ഒരു വിദ്യാലയത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു കുട്ടിയുടെ എല്ലാ അതുപോലെ തന്നെ അക്കാദമികമായിട്ടുള്ള ഭൗതികപരമായിട്ടുള്ള എല്ലാ കഴിവുകളെയും പുറത്തു കൊണ്ടുവരിക എന്നതാണ് വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പഠനത്തിൽ മാത്രമല്ല, പാഠ്യേതര പ്രവർത്തനങ്ങളിൽ കൂടി ഈ വിദ്യാലയത്തെ മുന്നോട്ട് കൊണ്ടുവരുന്നത് ഈ വിദ്യാലയത്തിലെ അധ്യാപകരുടെയും അതുപോലെ തന്നെ രക്ഷാകർത്താക്കളുടെയൊക്കെ അശ്രാന്തമായ പരിശ്രമമാണ്. ഒരു തരിയുണ്ടെങ്കിൽ, ഒരു ചെറിയൊരു തീയിൻ്റെ ഒരു തരിയുണ്ടെങ്കിൽ ആ തരിയെ തീപ്പന്തമാക്കി മാറ്റാനായിട്ടുള്ള ശേഷി ഇവിടുത്തെ അധ്യാപകർക്കുണ്ട്. ചെറിയൊരു കഴിവുണ്ടായാൽ മതി. ആ കഴിവിനെ വികസിപ്പിച്ചെടുത്തുകൊണ്ട്, ആ കഴിവിനെ പരമാവധി പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് യഥാർത്ഥത്തിലുള്ള നല്ല വ്യക്തികളാക്കി മാറ്റുക, നല്ലൊരു മനുഷ്യനാക്കി മാറ്റുക, ആധ്യാത്മികതയിൽ അടിയുറച്ച് വിദ്യാഭ്യാസം നൽകുക എന്നതാണ് നിർമ്മല കോൺവെൻറ്റിൻ്റെ മുഖമുദ്ര. നമുക്കറിയാം, വിവേകാനന്ദൻ പറഞ്ഞിട്ടുള്ളത് അതാണ്. ഒരു വിദ്യാഭ്യാസം നിങ്ങൾ ആരംഭിക്കണമെങ്കിൽ അതിൻ്റെ ഫൗണ്ടേഷൻ ആധ്യാത്മികതയിൽ ഉറച്ചു നിന്നുള്ള വിദ്യാഭ്യാസത്തിൽ മാത്രമേ നിലനിൽപ്പുള്ളൂ. അതുകൊണ്ട് ആധ്യാത്മികത എന്ന് പറയുന്നത് എന്താണ്? മറ്റുള്ള മനുഷ്യനെ സ്നേഹിക്കുക, അവനാത്മന ആചരിക്കുന്നത് അപരൻ്റെ സുഖത്തിനായി വരണം എന്ന് പറഞ്ഞതുപോലെ മറ്റുള്ളവരുടെ നന്മയും മറ്റുള്ളവരുടെ വേദനയും മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ കഴിവുകളെല്ലാം സമൂഹത്തിനും മറ്റുള്ളവർക്ക് വേണ്ടി ചെലവാക്കുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള മനുഷ്യനായി മാറുന്നത്. മൈക്കൽ ആഞ്ചലോട് ചോദിച്ചു, ഒരു കല്ല് കാണുമ്പോൾ നീ എന്ത് കാണുന്നു എന്ന് ചോദിച്ചപ്പോൾ മൈക്കൽ ആഞ്ചലോ പറഞ്ഞു, ആ കല്ല് കാണുമ്പോൾ ഞാനൊരു ശില്പത്തെ കാണുന്നു എന്ന് പറഞ്ഞു. എന്താണ് ശില്പവും തമ്മിലുള്ള ബന്ധം? നമുക്കറിയാം, ആ കല്ലിൽ നിന്ന് ശില്പമൊഴികെ ബാക്കിയുള്ളതെല്ലാം മാറ്റിയെടുക്കുകയാണെങ്കിൽ ആ കല്ല് നല്ലൊരു ശില്പമായി മാറും. അതാണ് ഇവിടുത്തെ നമ്മുടെ നിർമ്മല വിദ്യാലയം ചെയ്യുന്നത്. നമ്മുടെ കുട്ടികളെ ശില്പങ്ങളാക്കി, അല്ലെങ്കിൽ മാലാഖമാരാക്കി, അല്ലെങ്കിൽ അവരുടെ കഴിവിൻ്റെ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ സമൂഹത്തിനും നന്മയ്ക്കും അതുപോലെ തന്നെ വിദ്യാലയത്തിനും അംബാസിഡർമാരായി മാറുന്ന ഒരു കാഴ്ചയാണ് നാം കാണുന്നത്. അത് നമുക്കറിയാം, കഴിവുള്ള കുട്ടികൾ, പാർശ്വവൽക്കരിക്കപ്പെട്ട കുട്ടികൾ, എല്ലാ കുട്ടികളെയും ഇവിടെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് നമ്മുടെ വിദ്യാലയം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഭിന്നശേഷി അവാർഡിന് ഈ വർഷം നമ്മുടെ വിദ്യാലയത്തിലെ കുട്ടി അർഹമായത്. കാരണം 25,000 രൂപയുടെയും ശില്പം ഉൾപ്പെടെയുള്ള ബഹുമതി ഈ വിദ്യാലയത്തിന് നേടിത്തന്നത് അവരെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട്, അവരും സമൂഹത്തിൻ്റെ ഭാഗമാണ്, അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെയും കൂടി മുൻധാരയിലേക്ക് കൊണ്ടുവരാൻ നമ്മുടെ വിദ്യാലയത്തിന് കഴിഞ്ഞു. അതിന് പരിശ്രമിച്ച മുഴുവൻ അധ്യാപകരെയും ഇതിലെ രക്ഷാകർത്താക്കളെയും അതുപോലെ തന്നെ ഇവിടുത്തെ PT അംഗങ്ങളെയും എല്ലാവരെയും വളരെ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കാൻ കൂടി ഈ അവസരം ഉപയോഗിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾ LSS USS പരീക്ഷയിൽ, മത്സര പരീക്ഷകളിൽ, അതുപോലെ തന്നെ ഫുട്ബോൾ മേളയിൽ നക്ഷത്ര എന്ന് പറയുന്ന ഒരു കുട്ടി ദേശീയ തലത്തിൽ തിരഞ്ഞെടുക്കപ്പെടുകയാണ്. നമുക്കറിയാം, പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുകയാണെങ്കിൽ ഒരു സമൂഹമാണ് ഉദ്ധരിക്കപ്പെടുക എന്നാണ് ചവറ കുര്യാക്കോസ് അച്ഛൻ പറഞ്ഞത്. ഒരു ആൺകുട്ടിക്ക് വിദ്യാഭ്യാസം നൽകുമ്പോൾ അവൻ മാത്രം വിജയിക്കുകയാണെങ്കിൽ, നിങ്ങളൊരു പെൺകുട്ടിക്കാണ് വിദ്യാഭ്യാസം നൽകുന്നതെങ്കിൽ ഒരു തലമുറയാണ് മാറ്റം വരുത്താൻ കഴിയുക. ആ വിദ്യാഭ്യാസം അവൾക്ക് ഒരു ഭൂഷണമായിട്ടല്ല, അവർക്ക് ആയുധമായിട്ടാണ് നാം പ്രയോഗിക്കേണ്ടത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് സമൂഹത്തിലെ നല്ല മാതൃകയായി മാറുന്ന തൃശ്ശൂർ വെസ്റ്റ് ഉപജില്ലയിലെ ഏറ്റവും മികച്ച ഒരു വിദ്യാലയമാണ് എന്ന് പറയുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. അതിന് ഞാൻ നിങ്ങളെല്ലാവരെയും അഭിനന്ദിക്കുന്നു. ഈ വർഷം റിട്ടയർ ചെയ്യുന്ന 3 പ്രധാനപ്പെട്ട അധ്യാപകരാണ്. അതിൽ സിസ്റ്റർ കൃപ സിസ്റ്ററായിട്ട് എനിക്ക് അഭേദ്യമായ ബന്ധമാണുള്ളത്. സിസ്റ്റർ കൃപ നമുക്കറിയാം, ട്രെയിനിങ് കോളേജിലെ M.Ed ഒക്കെ കഴിഞ്ഞ് ട്രെയിനിങ് കോളേജിലെ അധ്യാപികയായിരുന്നു. ഞാൻ സിസ്റ്ററെ പരിചയപ്പെടുമ്പോൾ സിസ്റ്റർ നവജ്യോതി ട്രെയിനിങ് കോളേജിലെ ഗണിത അധ്യാപികയാണ്. അപ്പോൾ നമുക്കറിയാം, M.Ed ഒക്കെ കഴിഞ്ഞിട്ടാണ് ട്രെയിനിങ് കോളേജിൽ കിട്ടുന്നത്. മാത്തമാറ്റിക്സിലുള്ള ബിരുദാനന്തര ബിരുദത്തോടൊപ്പം M.Edഉം അതുപോലെ തന്നെ നെറ്റും ക്വാളിഫൈ ചെയ്യുമ്പോഴാണ് ഒരു കോളേജിലെ അധ്യാപികയാവുന്നത്. പക്ഷേ അവർ അതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് സാധാരണക്കാരായിട്ടുള്ള കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി, പ്രത്യേകിച്ചും കുട്ടികൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു വിഷയമാണ് മാത്തമാറ്റിക്സ്. ആ മാത്തമാറ്റിക്സിനെ, കണക്കിനെ ഒരു വലിയ എളുപ്പമുള്ള വഴികളിലൂടെ, കളികളിലൂടെ കുട്ടികൾക്ക് എപ്പോഴും, നമുക്കറിയാം, ഭൂഗോളത്തിൻ്റെ സ്പന്ദനം കണക്കിലാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ ആ കണക്ക് കുട്ടികളിലേക്ക് വളരെ ഹൃദ്യമാക്കുന്നതിനും അവരുടെ അടിത്തറ പാകുന്നതിനും സിസ്റ്ററിന് കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും സിസ്റ്ററിന് സർവീസ് കുറച്ച് കുറവാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റുള്ളവരെ അപേക്ഷിച്ച് സർവീസ് കുറവാണ്. പക്ഷേ ഈ ലോകത്തിലെ ഏറ്റവും മാന്യമായിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും അംഗീകരിക്കപ്പെടുന്ന ജോലി ഏതാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, അധ്യാപകൻ്റെ ജോലിയാണ്. കാരണം
ഇന്ത്യൻ പ്രസിഡൻറ്റ്, ഇന്ത്യയുടെ പരമോന്നത പദവിയുള്ള ഇന്ത്യൻ പ്രസിഡൻറ്റ് പോലും ആ പ്രസിഡൻറ്റ് പദവി കഴിഞ്ഞാൽ പിന്നെ ആകെ കൂടി ചെയ്യാൻ കഴിയുന്നത് അധ്യാപകൻ്റെ ജോലിയാണ്. അപ്പോൾ അധ്യാപകൻ്റെ ജോലി എന്ന് പറയുന്നത് ഇന്ത്യൻ പ്രസിഡൻറ്റിനേക്കാൾ പദവിയുള്ള ജോലിയാണ്, ഉയർന്ന ജോലിയാണ്. അതുകൊണ്ടാണ് ഗുരുവും ഈശ്വരനും എൻ്റെ മുമ്പിൽ വരികയാണെങ്കിൽ, കബീറിൻ്റെ ഒരു ദോഹയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഗുരുവും ഈശ്വരനും എൻ്റെ മുമ്പിൽ വരികയാണെങ്കിൽ ഞാൻ ആരുടെ കാലാണ് ആദ്യം സ്പർശിക്കുക, ആദ്യം ആരെയാണ് വന്ദിക്കുക എന്ന് ചോദിച്ചപ്പോൾ കബീർ പറഞ്ഞത്, ഞാൻ ഗുരുവിൻ്റെ കാലാണ് വന്ദിക്കുക, ഈശ്വരൻ്റെ കാലല്ല വന്ദിക്കുക. കാരണം എനിക്ക് ഈശ്വരനെ പറഞ്ഞു തന്നത് എൻ്റെ ഗുരുവാണ്, അതുകൊണ്ട് ഞാൻ ഗുരുവിൻ്റെ കാലാണ് വന്ദിക്കുക. അപ്പോൾ നമുക്കറിയാം, വളരെ അധ്യാപനം വളരെ ഏറ്റവും മികച്ച അല്ലെങ്കിൽ ഏറ്റവും അംഗീകരിക്കുക ഏറ്റവും മഹത്വമുള്ള ഒരു ജോലിയാണ് അധ്യാപന ജോലി. അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം മന്ത്രിയായി കഴിഞ്ഞാൽ, മന്ത്രിയല്ലെങ്കിൽ എക്സ് മന്ത്രിയാകുന്നത് പോലെ അധ്യാപകർക്ക് ഒരിക്കലും അങ്ങനെ ഒരു എക്സ് എന്നുള്ള പദവിയില്ല. അവർക്ക് എന്നും അധ്യാപകരാണ്, ഈ ലോകത്തിന് എന്നും വെളിച്ചമാണ്. അവർക്ക് എപ്പോഴും അവരുടെ സമ്പത്ത് എന്ന് പറയുന്നത് അവരുടെ വിദ്യാർത്ഥികളാണ്. അതോടൊപ്പം റിട്ടയർ ചെയ്യുന്ന CB വർഗീസ് ടീച്ചർ ഇവിടുത്തെ ഐ ടി വിദഗ്ധയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. നമുക്കറിയാം, ഇന്ന് നമ്മുടെ ശമ്പളം ഉൾപ്പെടെയുള്ള കുട്ടികളുടെ രേഖകളെല്ലാം നമുക്ക് വളരെ സാങ്കേതിക വിദ്യയിലാണ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കൂളിൻ്റെ മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രയാണത്തിൽ ഒരു IT വിദഗ്ധയുടെ സേവനം എപ്പോഴും വളരെ അത്യാവശ്യമാണ്. അപ്പോൾ സാധാരണ വയസ്സാകുമ്പോൾ IT പിന്നാക്കാണ് പോവുക. പക്ഷേ സിബി ടീച്ചർ IT വിദഗ്ധയാണ്. മറ്റുള്ളവർക്ക് കൂടി IT സംശയം തീർക്കുന്നത് സിബി ടീച്ചറാണ്. അതുപോലെ തന്നെ ജോയ്സി ടീച്ചറും എല്ലാവർക്കും എല്ലാവിധത്തിലുള്ള ആശംസകൾ നേർന്നുകൊണ്ട് എല്ലാവിധ റിട്ടയർമെൻറ്റ് ജീവിതം, ഭാവി ജീവിതം വളരെ സന്തോഷകരവും സമാധാനപരവും അതുപോലെ തന്നെ ആനന്ദകരവും ആവട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ വിദ്യാലയം ഇനിയും വിജയത്തിൽ നിന്ന് വിജയത്തിലേക്കും ഔന്നത്യത്തിൽ നിന്ന് ഔന്നത്യത്തിലേക്കും ഉയരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ 63ാം വാർഷികത്തിന് എല്ലാവിധ നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. LSS സ്കോളർഷിപ്പിന് അർഹത നേടിയ വിദ്യാർത്ഥികൾ സ്റ്റേജിൻ്റെ വലതുവശത്തേക്ക് എത്രയും വേഗം എത്തിച്ചേരേണ്ടതാണ്. താങ്ക് യു. Kerala State Best Creative Gifted Children Award winner 2024, Kumari Ann Mookan. Merit Cum Means Scholarship sponsored by Reverend Sister Paulinos, Reverend Sister Sanjo, Reverend Sister Rita Helen, Reverend Sister Emiliana, Reverend Sister Esther, Reverend Sister Reynold, and Reverend Sister Savla. Standard 1, Kumari Kridya Ajay. Standard 2, Master Aben City. Standard 3, Master Edwin Rajesh. Standard 4, Kumari Lovina Rose. Standard 5, Kumari Kirtana K. Standard 6,
Master Rudrash A.J. Rudrash A.J. S.J. Standard 7, Master Christy Josti. Endowment by late Lemon Lasar Konikara, awarded to the best student in Hindi in Standard 7, Master Aaron Nijo. Endowment by Srimati Kocharan, retired teacher of this school, awarded to the best student in elocution, Kumari Anna Maria. Endowment by Srimati Sudha Endo, retired teacher of this school, awarded to the best student in English in Standard 7, Kumari Adrija M. Endowment by Srimati Valsa Ando, retired teacher of this school, awarded to the best student in mathematics in Standard 5, Master Surya Narayanan B. Endowment by Srimati Sheila Paul, retired teacher of this school, awarded to the best student in Standard 4, Kumari Avril Bruce. Endowment by Srimati Mary Evi, retired teacher of this school, awarded to the best student in Fine Arts, Master Achut Babu N. Endowment by Srimati Josephine V.K., retired teacher of this school, awarded to the topmost student in social science in Standard 7, Kumari Vaigalashmi G. Nair. Endowment by Srimati Mary Sebastian, retired teacher of this school, awarded to the topmost student in catechism in Standard 1, Kumari Ira Dyson. Endowment by Srimati Pushpam C.M., retired teacher of this school, awarded to the best student in Standard 3, Kumari Ardra A.M. Endowment by Srimati Usha K.P., retired teacher of this school, awarded to the topmost student in mathematics in Standard 7, Master Christy Josti. Endowment by Srimati Tangamani C.A., retired teacher of this school, awarded to the winner of Maths Quiz Competition, Master Alan Joby. Endowment by Srimati Rosie P.C., retired teacher of this school, awarded to the best student in science in Standard 7, Kumari Ardra Ramya Sandeep. Endowment by Sister Smita, retired teacher of this school, awarded to the best student in Hindi in Standard 6, Master Aravind Krishna. Endowment by Srimati Molly E.J., retired teacher of this school, awarded to the topmost student in social science in Standard 6, Master Akarsh A.M. Endowment by Srimati Juliet T.A., retired teacher of this school, awarded to the topmost student in mathematics in Standard 3, Master Achilles Armando V. Bose. Endowment by Srimati Panekatil Parakutiyamma, awarded to the best outgoing student in English, Kumari Ardra Ramya Sandeep. Endowment by Joseph Mulavarikal and family, awarded to the best outgoing student in Standard 7, Master Christy Josti. Endowment by Father Jason Kanyiratingal for the Silver Jubilee Memento of his sister Kriba Toms, set aside to recognize the best student in each class. Standard 1, Master Rayon Rofin. Standard 2, Master Hasron Anish. Standard 3, Master Kashyap Kiran. Standard 4, Kumari Lisbeth Dyson.
Standard 5, Kumari Grishma V.S. Standard 6, Master Agarsh A.M. Standard 7, Kumari Ardra Ramya Sandeep. Endowment by Srimati Alfonsa T.P., retired teacher of this school, awarded to the best student in Standard 2, Kumari Ameya A.A. Endowment by Srimati Mildred C.I., retired teacher of this school, awarded to the best student in extracurricular activities among the gifted children, Kumari Ann Mookan.